ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടി കുടുംബം. ആക്ച്വലി ഇന്ന് ഫെബ്രുവരി 26 വ്യാഴാഴ്ച എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇന്ന് വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ 28-ാം തീയതി ഞങ്ങളുടെ സ്മൃതി മോൾക്ക് 25 വയസ്സാകും. അപ്പം അതിൻ്റെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആണിത്. അവരിവിടെ ഇല്ല, അവളുടെ ഫ്രണ്ട്സൊക്കെ കേംബ്രിഡ്ജിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വെയിൽസിന് ട്രിപ്പ് പോയേക്കുക. അപ്പോൾ അവർ വെയിൽസിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഈ പെയ്യെ സംസാരിക്കുന്നത് മാത്തപ്പം കിടന്നുറങ്ങും, അതുകൊണ്ടാണ്. തിണ്ണ ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് സെറ്റാക്കിയത്. സത്യം പറഞ്ഞാൽ സേർക്കൂട്ടൻ ഇന്ന് സ്കൂളുണ്ട്, പക്ഷേ അവൾക്ക് രാത്രി ശ്വാസമുട്ടലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളെ വീട്ടിൽ അവൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടിരിക്കുവാണ്. 25-ൻ്റെ 5 സെറ്റ് ചെയ്തു, പക്ഷേ 2 പൊട്ടിപ്പോയി വിയർപ്പിച്ചപ്പോൾ ഇനി അത് വേറൊരു 2 പോയി വാങ്ങണം. 2-ൻ്റെ വയറ് കയറി. പിന്നെ സേറക്കൂട്ടൻ ഹണിമമ്മിക്കുള്ള കിരീടമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഡെക്കറേഷൻ അവിടെ നടക്കുന്നു, ഞാനിവിടെ കുക്കിംഗ് നടക്കുന്നു. സ്മൃതിയുടെ ഫ്രണ്ട്സ് ഒരു 4 പേരുണ്ട്, 4-5 പേരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരു 10 പേരുണ്ട്. അപ്പോൾ 10 പേർക്കുള്ള ഫുഡ് ഇവിടെ ഞാൻ കപ്പ് ബിരിയാണിയും പായസമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്തപ്പൻ ഉറങ്ങുവാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സേർക്കൂട്ടൻ അപ്പോയിൻമെൻ്റ് ഉണ്ട് GP-യിൽ. അപ്പോയിൻമെൻ്റ് എടുക്കുന്ന പോകണം. കാരണം അവർക്ക് ഇന്നലെ രാത്രി പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നപ്പം എന്നാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ എല്ലാം ആണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇനിയും അവിടെ പോയി ഇതെല്ലാം കൂടെ ക്ലാഷ് ആവുമെന്ന് എനിക്കറിയാം. അവർ തിരിച്ചു വരുമ്പോഴത്തേക്കെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാത്തപ്പൻ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 12:30 ഓരോ ബലൂൺ വീർപ്പിക്കുകയോ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പൊട്ടി പോവാ. 25-ൻ്റെ 2 ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇനി കടയിൽ പോകാൻ ഭയങ്കര തിരക്ക് പിടിച്ച പോലെ ഒരു ദിവസം. കാരണം സേറക്കൂട്ടൻ്റെ അപ്പോയിൻമെന്റ് എല്ലാം കൂടെ. കപ്പ ബിരിയാണിയുടെ ബീഫ് എല്ലാം റെഡിയായി, പായസം പകുതി ആയിരിക്കുന്നു. കപ്പ വേവിച്ചിട്ട് വേണം ഇനി കപ്പ ബിരിയാണി മിക്സ് ചെയ്യാന്. അപ്പയല്ല കപ്പ. സേറക്കുട്ടനെ കൊണ്ട് അപ്പോയിൻമെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഭയങ്കര മഴ ഇവിടെ. ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇച്ച നമ്മുടെ പൊട്ടിപ്പോയ ബലൂണിൻ്റെ 25-ൻ്റെ 2 വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കുക. മാത്തപ്പനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. സേറക്കുട്ടന് കുടയുണ്ട്. ഞാൻ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ നനയുക. ഞങ്ങളിവിടെ GP-യിൽ വന്ന് ഡോക്ടറിനെ കാണാൻ വെയിറ്റിങ്. ഇവളെ കണ്ട അസുഖങ്ങളായിട്ടൊന്നും പറയത്തില്ല, പക്ഷേ വയ്യ ശാട്ടിക്ക്. എന്നെ കണ്ടിട്ട് നനഞ്ഞു കുളിച്ച കോഴിനെ പോലില്ല. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു. ഇതാ ഡെക്കറേഷൻ കഴിഞ്ഞു. സ്മൃതി മോളും ഫ്രണ്ട്സും കൂടി ഇപ്പോൾ വരും. ഫൈനൽ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഇതാണ് വരുന്നത്. കേക്ക്, പൂവ്, രസമുണ്ട്. ഞങ്ങളുടെ 2 ഇപ്പോൾ 2ാമത് വാങ്ങിച്ച ഇത്തിരി വലുതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല. Happy birthday to you. Happy birthday to Smriti Mom. Happy birthday to you. അവളുടെ ആ നിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, അവൾ ഞെട്ടിപ്പോയി. അവളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കുറച്ച് ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ വേണ്ടി വന്നെങ്കിലും സാരമില്ല. പക്ഷേ അവൾ നല്ല രീതിയിൽ ഞെട്ടി. അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. കാരണം അവളെ സർപ്രൈസ് ആക്കാൻ ഇത്തിരി പാടാണ്. അവളെല്ലാവർക്കും സർപ്രൈസ് കൊടുക്കും, പക്ഷേ അവളങ്ങനെ സർപ്രൈസ് ആകാൻ വേണ്ടിയിട്ട് നിന്ന് തരാറില്ല. ഇതിലാണേലും അവൾ പറഞ്ഞു എനിക്കിങ്ങനെ സർപ്രൈസ് മീൻസ് അവൾ അതിൻ്റെ ആ ഒരു ഞെട്ടിൽ നിന്ന് കുറേ നേരം എടുത്തിട്ടൊന്ന് റിക്കവറായത് പോലും. അങ്ങനെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് പിരിഞ്ഞത്. കപ്പ ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ പായസം അടുക്കി പിടിച്ചു. പിന്നെ കപ്പ ബിരിയാണി എനിക്ക് നെയ്യ് ഇത്തിരി കൂടിപ്പോയി. ഇതൊന്നും കുടിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. കാരണം അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കഴിക്കുകയും അങ്ങനെയൊക്കെ തിരക്കായിരുന്നു ഞങ്ങൾ. എനിവേ ആഗ്രഹിച്ചതിനേക്കാളും സൂപ്പറായിട്ടെല്ലാം സെറ്റായി. ഇതാണ് സ്മൃതി മോളുടെ ഫ്രണ്ട്സ്. അവർ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് കേംബ്രിഡ്ജിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും മീൻസ് മെയിൻ പ്ലാൻ സ്മൃതി മോൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ്
അവരങ്ങനെ വന്ന് മൊത്തത്തിൽ സത്യം പറഞ്ഞ സ്മൃതിയിൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സമയം കിട്ടുമ്പോൾ വരും. ഇത് സത്യം പറഞ്ഞാൽ നല്ല വ്ളോഗായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവസാനമായപ്പോൾ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ ഫുഡ് കഴിക്കുന്ന പോർഷനെല്ലാം മിസ്സായി പോയത്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.